നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. കാർലോ അക്യൂറ്റീസ് ഉൾപ്പെടെയുള്ള 15 പേരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് അംഗീകാരം. സിറിയയിലെ ക്രിസ്തുവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഡമാസ്കസിലെ 11 രക്തസാക്ഷികൾ ഉൾപ്പെടെ 14 പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന തിരുക്കർമ്മം ഒക്ടോബർ 20 ഞായറാഴ്ച നടക്കും. ജൂലൈ 1 സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ അസംബ്ലിയിൽ 15 പേരുടെ വിശുദ്ധ പദവികൾക്ക് കർദിനാൾ കോളേജിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് വത്തിക്കാൻ വിശുദ്ധ പദവി പ്രഖ്യാപിക്കുന്ന തീയതി ലോകത്തെ അറിയിച്ചത്. അതേസമയം 21ാം നൂറ്റാണ്ടിന്റെ സൈബർ അപ്പസ്തോലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാർലോ അക്യൂറ്റീസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് ഇതു സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നു. Il beato Carlo Acutis, la cui fama di santità e segni si è estesa in pochissimo tempo dalla sua morte. 1860 ജൂലൈ 9 അർദ്ധരാത്രിയിൽ ഡമാസ്കസിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഡ്രൂസ് കമാൻഡോയുടെ ക്രൂരകൃത്യത്തിന് ഇരയായി മരണം വരിച്ച 11 പേരാണ് ഡമാസ്കസ് രക്തസാക്ഷികൾ. ചിലരെ കോടാലി ഉപയോഗിച്ച് ശിരച്ഛേദം ചെയ്തായിരുന്നു കൊലപ്പെടുത്തിയത്. മാനുവൽ റൂയിസ്, കാർമെലോ ബോൾട്ട, നിക്കോനർ എസ്കാനിയോ, നിക്കോളസ് എം ആൽബർക്കവൈ ടോറസ്, പെഡ്രോ സോളർ, എൻഗൽബർട്ട് കൊലാൻഡ്, ഫ്രാൻസിസ്കോ പിനാസോ പെനാൽവർ, ജുവാനസ് ഫെർണാണ്ടസ്, സഹോദരങ്ങളായ ഫ്രാൻസിസ്, അബ്ദുൽ മൊഹ്തി, റാഫേൽ മസാബ്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കൂടാതെ പരിശുദ്ധാത്മാവിന്റെ അപ്പസ്തോല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലിയോ 13 മാർപ്പാപ്പയുടെ സുഹൃത്തും വിശുദ്ധ ജെമ്മ ഗൽഗാനിയുടെ അധ്യാപികയുമായിരുന്ന എലേന ഗുവേര, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായ കനേഡിയൻ സന്യാസിനി വാഴ്ത്തപ്പെട്ട മേരി ലിയോണി, ഇറ്റാലിയൻ സ്വദേശിയും കൺസുലാത്ത മിഷണറി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകനുമായ വാഴ്ത്തപ്പെട്ട ക്യൂസെപ്പെ അല്ലമാനോ എന്നിവരെയാണ് ഒക്ടോബർ 20 അത്ഭുതങ്ങളെ സാക്ഷി നിർത്തി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. പുതിയ മെത്രാപ്പോലീത്തമാർക്കുള്ള പാലിയം വെഞ്ചരിച്ച് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മെത്രാപ്പോലീത്തമാരായി നിയമിതരായവർക്ക് അജപാലന സേവനാധികാരത്തിന്റെ പ്രതീകമായ പാലിയം ഫ്രാൻസിസ് പാപ്പ വെഞ്ചരിച്ചു നൽകി. പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനമായിരുന്ന ജൂൺ 29 വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികനായി അർപ്പിച്ച ആഘോഷമായ സമൂഹ ദിവ്യബലി മധ്യയായിരുന്നു പാലിയം ആശീർവാദവും കൈമാറലും നടന്നത്. റോമിന്റെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ. Deus Kyriousie venerandam Sant'Anco e Letizia in apostolorum Petri e Pauli solemnitate tribuisti da ecclesiae tue eorum in omnibus sequi preceptum per cui religionis somsis ex. ആട്ടിൻ റോമത്താൽ തീർത്തതും 6 കറുത്ത കുരിശുകളുമുള്ളതും മെത്രാപ്പൊലീത്തമാരുടെ അജപാലന ശുശ്രൂഷയുടെ പ്രതീകവുമാണ് പാലിയം. പാലിയം സ്വീകരിച്ച പുതിയ 42 മെത്രാപ്പൊലീത്തമാരിൽ മണിപ്പൂർ സംസ്ഥാനത്തിലെ ഇംഫാൽ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ലീനസ് നേലിയും ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ റാഞ്ചി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് വിൻസെന്റ് ഐന്തും ഉൾപ്പെടുന്നു. ദിവ്യബലിയുടെ ആദ്യ ഭാഗത്ത് പുതിയ മെത്രാപ്പൊലീത്തമാർ മാർപ്പാപ്പയോടുള്ള വിശ്വസ്തതയും വിധേയത്വവും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പാലിയം വെഞ്ചിരിപ്പ് കർമ്മം നടന്നത്. Un saluto alla delegazione del Patriarcato Ecumenico. Invio un sentito saluto cordiale al mio fratello. I santi Pietro e Paolo ci aiutino ad aprire la porta della nostra vita al Signore Gesù. Intercedano per noi, per la città di Roma e per il mondo intero. Amen.
തിരുഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യാൻ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ. യുദ്ധം ആഗ്രഹിക്കുന്നവരുടെ ഹൃദയങ്ങളെ സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും ഇടങ്ങളാക്കി മാറ്റാൻ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ. കത്തോലിക്ക സഭ തിരുഹൃദയ വണക്കത്തിന് പ്രത്യേകമായി സമർപ്പിച്ച ജൂൺ മാസത്തിലെ അവസാന ദിവസമാണ് പാപ്പ യുദ്ധം ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളുടെ പരിവർത്തനത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചത്. ഒപ്പം യുക്രൈൻ, പാലസ്തീൻ, ഇസ്രായേൽ, മ്യാൻമർ എന്നീ രാജ്യങ്ങൾക്കും യുദ്ധം മൂലം വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നത് തുടരാൻ മാർപ്പാപ്പ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. Dio non ci tiene a distanza, Dio non ci vergogna di noi, Dio non ci giudica, al contrario, Egli si avvicina per farsi toccare e per toccarci, e sempre ci rialza dalla morte, sempre prende per mano per dirci: figlio, figlia, alzati, cammina, vai avanti. Signore, sono peccatore, vai avanti. Io mi sono fatto peccato per te, per salvarti. Ma tu, Signore, non sei peccatore, no, ma io ho subito tutte le conseguenze del peccato per salvarti. È bello questo, ഇന്ന് നമ്മൾ റോമിലെ ആദിമ രക്തസാക്ഷികളെ ഓർക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളേക്കാൾ രക്തസാക്ഷിത്വത്തിന്റെ കാലത്താണ് നാമും ജീവിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ പല സഹോദരീ സഹോദരന്മാർ അവരുടെ വിശ്വാസ നിമിത്തം വിവേചനവും പീഡനങ്ങളും അനുഭവിക്കുന്നു. വേദനകളിലൂടെ സഭയെ വളർത്തുന്നു. മറ്റുള്ളവർ വെളുത്ത കയ്യുറകളോട് കൂടിയ രക്തസാക്ഷിത്വത്തെ അഭിമുഖീകരിക്കുന്നു. നമുക്ക് അവരെ പിന്തുണയ്ക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തോടുള്ള അവരുടെ സാക്ഷ്യത്താൽ പ്രചോദിതരാകാമെന്നും ശനിയാഴ്ചയിലെ സന്ദേശത്തിൽ പാപ്പ വെളിപ്പെടുത്തി. യുദ്ധങ്ങളുടേതായ ഈ സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ടോ, അതോ യേശുവിനെ അനുകരിച്ച് അവരെ ഉയർത്താൻ സഹായഹസ്തം വാഗ്ദാനം ചെയ്യാൻ അവരോട് അടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. സഭയും സമൂഹവും ആരെയും ഒഴിവാക്കാതിരിക്കാനും എല്ലാവരെയും ലേബലുകൾ കൂടാതെ മുൻവിധികളില്ലാതെ സ്വാഗതം ചെയ്യാനും സ്നേഹിക്കാനും സാധിക്കുന്നതിന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. ഒപ്പം ആർദ്രതയുടെ മാതൃകയായ പരിശുദ്ധ കന്യകാമറിയത്തോട് മാധ്യസ്ഥം യാചിക്കാനും പാപ്പ വിശ്വാസികളോട് പറഞ്ഞു. Anche noi viviamo in un tempo di martirio, ancor più dei primi secoli. In varie parti del mondo tanti nostri fratelli e sorelle subiscono discriminazione e persecuzione a causa della fede, fecondando così la Chiesa. Altri poi affrontano un martirio a guanti bianchi. Sosteniamoli con la nostra preghiera e lasciamoci ispirare dalla loro testimonianza di amore per Cristo. In questo ultimo giorno di giugno imploriamo il Sacro Cuore di Gesù di toccare i cuori di quanto vogliono la guerra, perché si convertano a progetti di dialogo e di pace. Fratelli e sorelle, non dimentichiamo la martoriata Ucraina, Palestina, Israele, Myanmar e tanti altri posti dove si soffre tanto a causa della guerra. A tutti auguro buona domenica. Per favore non dimenticatevi di pregare per me. Buon pranzo e arrivederci. Grazie. കർത്താവുമായുള്ള കൂടിക്കാഴ്ച നവജീവന്റെ വാതിലുകൾ തുറക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. കർത്താവായ യേശുവിനായി നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറക്കാൻ വിശുദ്ധരായ പത്രോസും പൗലോസും നമ്മെ സഹായിക്കട്ടെ എന്ന് പാപ്പ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കാലമായ ജൂബിലി വേളയിൽ വിശുദ്ധവാതിൽ തുറക്കുന്നതിനെക്കുറിച്ച് അനുസ്മരിച്ച പാപ്പ അത് തുറക്കുന്നത് യേശുവാകുന്ന സജീവാലയത്തിന്റെ പടിവാതിലിലൂടെ
കടക്കുന്നതിനും പ്രത്യാശയെ ഉത്തേജിപ്പിക്കുകയും സന്തോഷത്തെ നവീകരിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹാനുഭവം ജീവിക്കുന്നതിനുമാണെന്ന് ഉത്ബോധിപ്പിച്ചു. കർത്താവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പത്രോസും പൗലോസും യഥാർത്ഥവും തനതുമായ പെസഹാനുഭവം ജീവിക്കുകയായിരുന്നുവെന്നും അവർ സ്വതന്ത്രരാവുകയും അവർക്ക് മുന്നിൽ നവജീവന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. Dio che hai stabilito i santi apostoli Pietro e Paolo come colonne e fondamento della tua Chiesa, accoglie le nostre invocazioni e concede anche a noi la gioia di diffondere il Vangelo con la forza del tuo Spirito, per Cristo nostro Signore. അവരുടെ ആന്തരിക തടവറയുടെയും സുവിശേഷത്തെ പ്രതി അവർ ബന്ധനസ്ഥരാക്കപ്പെട്ട ഭൗതിക കാരാഗൃഹത്തിന്റെയും വാതിലുകൾ ദൈവം തുറക്കുകയും അവർ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചറിയുകയും ചെയ്തുവെന്ന് പാപ്പ വിശദീകരിച്ചു. വിശുദ്ധ പത്രോസിനോടുള്ള കൂട്ടായ്മയിലും ആടുകളുടെ വാതിലായ ക്രിസ്തുവിന്റെ മാതൃകയിലും സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കുന്ന തീക്ഷ്ണമതികളായ ഇടയന്മാരായിരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തുറന്ന വാതിലുകളുള്ള ഒരു സഭയും സമൂഹവും കെട്ടിപ്പടുക്കുന്നതിന് തങ്ങളുടെ ശുശ്രൂഷ വഴി അവർ സംഭാവന ചെയ്യണമെന്നും പാപ്പ പറഞ്ഞു. Benedicat vos omnipotens Deus, qui in beati Petri confessione, vos saluberrima stabilivit, et benedictio Dei omnipotentis, Patris, et Filius, et Spiritus Sanctus. Amen. രോഗീലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂദാശയല്ലെന്ന് ഫ്രാൻസിസ് പാപ്പ. ജൂലൈ മാസത്തെ തന്റെ നിയോഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. രോഗികൾക്കായുള്ള അജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മാസത്തെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം. വൈദികൻ രോഗീലേപനം നൽകുന്നതിന് എത്തുന്നത് ജീവിതത്തോട് വിട പറയാൻ സഹായിക്കുന്നുവെന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം പ്രത്യാശ കൈവെടിയുക എന്നാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചു. Este mes tengamos en nuestra oración el cuidado pastoral de los enfermos. La unción de los enfermos no es un sacramento solo para aquellos que están a punto de morir. No, es importante tener esto claro. Cuando el sacerdote se acerca a una persona para darle la unción de los enfermos, no está necesariamente ayudándole a despedirse de la vida. Pensar así es renunciar a toda esperanza. രോഗീലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂദാശയല്ല എന്ന് വ്യക്തമാക്കപ്പെടേണ്ടത് സുപ്രധാനമാണ്. രോഗീലേപന കൂദാശ പരികർമ്മത്തിനായി പുരോഹിതൻ ഒരു വ്യക്തിയെ സമീപിക്കുന്നത് ആ വ്യക്തിയെ ജീവിതത്തോട് വിട പറയാൻ സഹായിക്കാനാണെന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം എല്ലാ പ്രതീക്ഷകളും വെടിയുക എന്നാണ്. വൈദികന് പിന്നാലെ അന്ത്യകർമ്മ നിർവാഹകനെത്തുമെന്ന ചിന്തയാണിത്. രോഗീലേപനം സൗഖ്യദായക കൂദാശകളിൽ ഒന്നാണെന്നും അത് ആത്മാവിനെ സുഖപ്പെടുത്തുന്നുവെന്നും നാം ഓർത്തിരിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് രോഗീലേപനം നൽകുന്നതും പ്രായാധിക്യത്തിലെത്തുന്ന വ്യക്തി ഈ കൂദാശ സ്വീകരിക്കുന്നതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. അത് സ്വീകരിക്കുന്നവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശക്തി ലഭിക്കാനും കാരുണ്യത്തിന്റെയും പ്രത്യാശയുടെയും ദൃശ്യ അടയാളമായി അത് മാറാനും വേണ്ടി പ്രാർത്ഥിക്കാൻ സഭാതനയരെ ക്ഷണിക്കുകയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. Y dar por sentado que después del cura llega el enterrador. Recordemos que la unción de los enfermos es uno de los sacramentos de sanación, de curación, que sanan el espíritu. Y cuando una persona está muy enferma, conviene darle la unción de los enfermos. Y cuando una persona ya está anciana, conviene que reciba la unción de los enfermos. Oremos para que el sacramento de la unción de los enfermos dé a las personas que lo reciben y a sus seres queridos la fuerza del Señor y se convierta cada vez más para todos en un signo visible de compasión y de esperanza. രണ്ട് വൈദികരുടെ മോചനത്തിന് സഹായിച്ച വത്തിക്കാൻ അധികൃതർക്ക് നന്ദി അർപ്പിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യ തടവിലാക്കിയ വൈദികരുടെ മോചനത്തിന് സാധ്യമായ സഹായങ്ങളെല്ലാം നൽകിയ മാർപ്പാപ്പയ്ക്കും വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധികൾക്കും നന്ദി അർപ്പിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ്
സ്വിയാറ്റോസ്ലാവ് ഷെവ്ചുക്കും ഫാദർ ഇവാൻ ലെവിറ്റ്സ്കി, ഫാദർ ബോദൻ ഹെലറ്റ എന്നീ വൈദികരാണ് മോചിപ്പിക്കപ്പെട്ടത്. Rendo grazie a Dio per la liberazione dei 2 sacerdoti greco-cattolici. Possano tutti i prigionieri di questa guerra tornare presto a casa. Preghiamo insieme, tutti i prigionieri tornino a casa. ഉക്രൈനുമായുള്ള തടവുപുള്ളികളുടെ കൈമാറ്റത്തിൽ റഷ്യ മോചിപ്പിച്ച 10 വ്യക്തികളിൽ ഉൾപ്പെട്ട ഈ വൈദികർ മോസ്റ്റ് ഹോളി റിഡീമർ കോൺഗ്രിഗേഷനിലെ അംഗങ്ങളാണ്. 2022 നവംബർ 16-നാണ് ഈ വൈദികരെ റഷ്യൻ സൈന്യം തടവിലാക്കിയത്. വളരെ കാലമായി അവർ എവിടെയാണെന്ന് ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവനായ ആർച്ച് ബിഷപ്പ് സ്വിയാറ്റോസ്ലാവ് ഷെവ്ചുക്കും സമാനമായ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും കർദിനാൾ പിയട്രോ പെരോളിനും മുഴുവൻ വത്തിക്കാൻ നയതന്ത്ര സേനയ്ക്കും അവർ നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ ആർച്ച് ബിഷപ്പ് സ്വിയാറ്റോസ്ലാവ് ഷെവ്ചുക്ക് നന്ദി പറഞ്ഞു. ടാറ്റു പാടില്ല, മാന്യമായ വസ്ത്രം ധരിക്കണം, വത്തിക്കാനിലെ ജീവനക്കാർക്ക് നിർദ്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിലെ സെയിന്റ് പീറ്റർ ഫാബ്രിക്കിലെ ജീവനക്കാർ മാന്യവും അനുയോജ്യവുമായ വസ്ത്രം ധരിക്കണമെന്നും ദൃശ്യമായ ടാറ്റുകളോ മറ്റും ശരീരത്ത് പാടില്ല എന്ന നിർദ്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും അതിന്റെ വിശുദ്ധ സ്വഭാവത്തിനും സന്ദർശകരുടെ സംഘടനയിലും ജാഗ്രത പുലർത്തുന്നതിനും ഉത്തരവാദിത്തമുള്ള സ്ഥാപനമായ ഫാബ്രിക് ഓഫ് സെയിന്റ് പീറ്ററിലെ ജീവനക്കാർക്കാണ് പാപ്പ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജീവനക്കാർ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയണമെന്നും നിർദ്ദേശമുണ്ട്. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അധ്യായത്തിലെ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓഫീസാണ് പ്രസിദ്ധീകരിച്ചത്. വത്തിക്കാൻ ബസിലിക്കയുടെ പ്രവേശനം, നിരീക്ഷണം, ശുചീകരണം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ചുമതലയുള്ള സാംബട്രിനി എന്ന് വിളിക്കപ്പെടുന്നവർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും ഇത് അനുസരിക്കണം. ജൂൺ 29 പ്രസിദ്ധീകരിച്ച രേഖയിൽ ത്വക്കിൽ ദൃശ്യമാകുന്ന ടാറ്റൂകളും മറ്റും വിലക്കിയിട്ടുണ്ട്. ജീവനക്കാർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിന് അനുയോജ്യമായ മാന്യമായ വസ്ത്രം ധരിക്കണം. കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുകയും അതിന്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിക്കുകയും ചെയ്യണം. ജീവനക്കാർ കാനോനിക വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സഭയിൽ വിവാഹിതരാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. അവർ മാമോദീസായും സ്ഥിരീകരണ സർട്ടിഫിക്കറ്റുകളും നൽകുകയും അവർക്ക് ക്രിമിനൽ റെക്കോർഡ് ഇല്ലെന്ന് തെളിയിക്കുകയും വേണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇതോടെ വത്തിക്കാൻ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.